ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് പഠിച്ചത്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. സോ നമുക്ക് ജസ്റ്റ് ഒരു ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. അപ്പം നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷസ് വേസ്റ്റും നമുക്ക് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. പിന്നെ ഉള്ളത് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വേസ്റ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് ലബോറട്ടറി ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റ് ഓർ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ഓർ ആനിമൽ. അപ്പോൾ അതാണ്. പിന്നെ വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു ബെഡിൽ തന്നെ 1/2 to 2 kg. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 250 gram അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. ഇതിൻ്റെ 2 കാറ്റഗറിയിലാണ് ഡെവലപ്പിംഗ് കൺട്രി പോലുള്ള ഇന്ത്യയിൽ വരുന്നത്. പിന്നെ ജനറൽ നോൺ ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ 80% അതായിരിക്കും. ബാലൻസ് 5%, 10% കെമിക്കൽ ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. ഈ ജനറൽ വേസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ റീസൈക്ലിങ് റീയൂസിങ്ങിനൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. ഒരിക്കലും നമ്മളത് മിക്സ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പല ഹസാർഡ്സിൻ്റെ ഇൻഫെക്ഷൻ വരും. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് അതിലൊക്കെ നമ്മൾ ഇടുമ്പോൾ ഈ ഒരു വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ് എന്നൊക്കെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പയർഡ് അതിൽ നിന്നൊക്കെ നമുക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി രോഗങ്ങൾ വരും. സൈറ്റോടോക്സിക് വേസ്റ്റ്, ക്യാൻസറിനും ഓട്ടോമ്യൂൺ ഡിസോർഡറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കുറേ ഇൻഫെക്ഷൻസും ആ ഒരു ഡിസീസും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ UV റേഡിയേഷൻ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ UV റേഡിയേഷൻ എക്സ്പോസ്ഡ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ക്യാൻസർ സെൽസ് ആക്റ്റീവ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹൈറാർക്കിയാണ്. 3 R ഉണ്ട്: റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ, പിന്നെ റിക്കവറി. 3 R നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിറ്റുവേഷൻ ഇൻ ഇന്ത്യ ആണ്. ഏകദേശം നമുക്കറിയാം 484 ടൺസ് ഒരു ദിവസം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് വേസ്റ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. അതിൽ നമ്മൾ 444 ടണ്ണ് മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ 8% നമ്മൾ അൺട്രീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വേസ്റ്റ് നമ്മുടെ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൽ ഫസ്റ്റ് വരുന്ന കർണാടക, പിന്നെ വരുന്നത് മഹാരാഷ്ട്രയാണ്. കാരണം ഒത്തിരി പിലിഗ്രിമേജ് വിസിറ്റ് ഒക്കെ ഉണ്ട് മഹാരാഷ്ട്രയിൽ. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അത്ര മാത്രം വേസ്റ്റസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് റേഷ്യോ ആണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ് സെഗ്രിഗേഷൻ ആണ്. അപ്പോൾ പല രീതിയിലാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യെല്ലോ കളർ ഏതാണ്? ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആനിമൽ അനാട്ടമിക്കൽ വേസ്റ്റ്, സോയിൽഡ് വേസ്റ്റ്, അതുപോലെ എക്സ്പയർ ചെയ്തിട്ടുള്ള മരുന്ന്, അതുപോലെ സൈറ്റോടോക്സിക് വേസ്റ്റ്, കെമിക്കൽ സോളിഡ് വേസ്റ്റ്, കെമിക്കൽ ലിക്വിഡ് വേസ്റ്റ് സച്ച് ആസ് ഡിസ്കാർഡഡ് ഡിസിൻഫെക്റ്റന്റ്, ഇൻഫെക്റ്റഡ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സെക്രീഷൻ ഫ്രം ഹൗസ് കീപ്പിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, അതുപോലെ ഡിസ്കാർഡഡ് ലിനൻ വേസ്റ്റ്, കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, പിന്നെ മൈക്രോബയോളജി. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ഇൻസിനറേഷൻ നോക്കുന്നുണ്ട്, പ്ലാസ്മ. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഒരു പോർഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ്സ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയത് റെഡാണ്. റെഡ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റെഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ബ്ലഡ്. അപ്പോൾ നമ്മുടെ ഗ്ലൗസിൽ ബ്ലഡ് എന്തായാലും ആവും എന്ന രീതി. അപ്പോൾ ഗ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങൾ, മാസ്ക്, അതുപോലെ തന്നെ സിറിഞ്ചസ്, കത്തീറ്റർ, ട്യൂബ്, IV ട്യൂബ്സ്, IV സെറ്റ്സ്, കത്തീറ്റേഴ്സ്, പ്ലാസ്റ്റിക് ആപ്രൺ, ഗോഗിൾസ്, നീഡിൽസ്, കട്ട്സ്, വാക്യൂം ക്ലീനർ, ഇതൊക്കെ നമ്മൾ എന്താണ് റെഡ് കളറിലാണ്. വൈൻ ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, അതുപോലെ നീഡിൽസ്, സിറിഞ്ചസ് വിത്ത് ഫിക്സഡ് നീഡിൽസ് ഫ്രം നീഡിൽ ടിപ്പ് കട്ടർ, ബർണർ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഗ്ലാസ് വേസ് ആണ്. അപ്പോൾ ഗ്ലാസ് വെയർ എന്ന് പറയുമ്പോൾ യൂഷ്വലി എന്താണ് ഈ ഗ്ലാസ് വേസ്. ഇപ്പോൾ ബ്ലൂ എന്ന് പറയുന്ന ഗ്ലാസ് വേസ് ആണ്, മെറ്റാലിക് ബോഡി ഇംപ്ലാന്റ്സ്. അപ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ഐറ്റംസ് എല്ലാം എന്താണ് ഈ ഒരു ബ്ലൂയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബ്ലൂയിലാണ് നമ്മൾ ഇടുന്നത്. പിന്നെ സ്റ്റെപ്സ് എന്ന് പറയുന്നതാണ് ഇനിയുള്ള ഇതിലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്സ് എന്ന് പറയുന്നത് സെയിം സംഭവങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു ബ്ലൂ, ബ്ലാക്ക്, അങ്ങനെ ആ ഒരു കളർ കോഡിങ്ങിൻ്റെയാണ്. പിന്നെ ഉള്ളതാണ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കുറച്ച് സ്പീഡിൽ പോകുന്നുണ്ട്, കാരണം വേഗം എക്സാംസ് നമുക്ക് ഏപ്രിൽ അപ്രോച്ചിങ് ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇമ്മ്യൂണോളജി പിന്നെ ഈ പോർഷൻസ് ഇന്നോടെ തീർത്തിട്ട് വേണം അടുത്ത പോർഷൻസിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം വേസ്റ്റ് സെഗ്രിഗേഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് ജനറേഷൻ ഇൻറ്റു കളർ കോഡഡ് കണ്ടെയ്നേഴ്സ്. നമ്മൾ ഒരിക്കലും നമുക്ക് എന്താണ് ഗ്ലാസ് ഐറ്റംസ് ഒരിക്കലും കൊണ്ടുപോയിട്ട് യെല്ലോ കളറായിട്ടുള്ള ആ ഒരു ബാഗിലേക്ക് ഇടാൻ പാടില്ല. കാരണം അത് അത്രയും ഹാർംഫുൾ ആണ്. നമ്മൾ അറിയാതെയൊക്കെ നമ്മൾ പോസ്റ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് പ്രശ്നമില്ലാന്ന് കരുതി നമ്മൾ ഗ്ലാസ് ഐറ്റംസ് കാര്യങ്ങളും ഒക്കെ എന്താണ് യൂഷ്വലി നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര ഹസാഡസ് ആണ്. ഓക്കെ. പിന്നെ പ്രീ ട്രീറ്റ്മെന്റ് ഫോർ ലബോറട്ടറി ലിക്വിഡ് വേസ്റ്റ്, ട്രാൻസ്പോർട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ജനറേഷൻ സൈറ്റ് ടു സെൻട്രൽ സ്റ്റോറേജ് ഏരിയ ഓഫ് ഹോസ്പിറ്റൽ. നമ്മൾ ഫസ്റ്റ് എന്താണ് ഓരോ കളർ കോഡിൽ അനുസരിച്ച് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇടും. എന്നിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യും. വന്നിട്ട് പല ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ പല രീതിയിലായിരിക്കും ഈ ഒരു വേസ്റ്റ് നമ്മൾ സെഗ്രിഗേറ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ എടുക്കുന്നത്. പല സൈറ്റ് ഉണ്ട്, പല ഏരിയയിലുണ്ട്. നമ്മൾ ഒരിക്കലും ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഒരിക്കലും വേസ്റ്റ് ഇങ്ങനെ ഈ ഒരു പാത്തോളജിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ് ഒന്നും നമുക്ക് ഇടാനായിട്ട് പറ്റില്ല. പിന്നെ ട്രാൻസ്പോർട്ട് ഓഫ് വേസ്റ്റ് ഫ്രം സെൻട്രൽ സ്റ്റോറേജ് ഏരിയ ടു കോമൺ ബയോമെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി. അപ്പോൾ നമ്മൾ ഒരു സെൻട്രൽ സ്റ്റോറേജ് ഏരിയയിൽ നിന്ന് നേരെ പോകുന്നത് എവിടെയാണ്? കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി. അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ഓർ ഡിസ്പോസൽ വിത്തിൻ 48 hours ഓഫ് ജനറേഷൻ. നമ്മൾ ഈ വേസ്റ്റ് എല്ലാം ഇടും 48 മണിക്കൂറിനകം എന്താണ് ഈ വേസ്റ്റ് എല്ലാം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. ഓക്കെ.
അതാണ് സ്റ്റെപ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കളർ കോഡഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഫസ്റ്റ് വേസ്റ്റ് ഇട്ടു, അത് പ്രീ ട്രീറ്റ്മെന്റ് ചെയ്തു. അത് എന്താണ്, ഈ ലബോറട്ടറിയിലെ ലിക്വിഡ് വേസ്റ്റ് ഒക്കെ ഇല്ലേ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ സെൻട്രൽ സ്റ്റോറേജ് ഏരിയ ഓഫ് ഹോസ്പിറ്റലിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റിയിലേക്ക് പോയി, എന്നിട്ട് വിത്തിൻ 48 hours നമ്മളത് എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, ഇനി വേസ്റ്റ് സെഗ്രിഗേഷൻ ഇൻ ഹോസ്പിറ്റൽ. വേസ്റ്റ് സെഗ്രിഗേഷൻ റിഫേഴ്സ് ടു ദ ബേസിക് സെപ്പറേഷൻ ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് അറ്റ് സോഴ്സ്. അപ്പം ഇതൊന്നുമില്ല, ഇത് എന്തോ ആടി വെയ്റ്റ് സെഗ്രിഗേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഓരോ കളറ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ യെല്ലോയിൽ പത്തോളജിക്കൽ ഹ്യൂമൻ പത്തോളജിക്കൽ വേസ്റ്റ് നമ്മൾ ഇടുമ്പോൾ, റെഡിൽ നമ്മൾ ഈ ഒരു എന്താണ് ഇൻഫെക്ഷസ് പ്ലാസ്റ്റിക് വേസ്റ്റ്, വൈറ്റിലൊക്കെ നമ്മൾ മെറ്റൽ ഷാർപ്പ് അതൊക്കെ, പിന്നെ ബ്ലൂവിൽ കൂടുതൽ ഗ്ലാസ് വെയേഴ്സ്, അങ്ങനെ നമ്മൾ പഠിച്ചല്ലോ. അതേ സെയിം സംഭവം തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. ജനറൽ വേസ്റ്റും അതുപോലെ ഗ്ലാസ് ഒക്കെ, അത് ഭയങ്കര ഇൻഫെക്ഷസ് ആണ്, ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ അക്കോർഡിംഗ് ടു ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് സെഗ്രിഗേഷൻ ആണ്. അതായത് വേസ്റ്റ് എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ കണ്ടോ, യെല്ലോ ബാഗ് ഉണ്ട്, റെഡ് ബാഗ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇതില്ലെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. എല്ലാം കൂടെ ഒരൊറ്റ ഡമ്പയിൽ ഇട്ടിട്ട് പിന്നെ അത് ഭയങ്കര പാടായിരിക്കും. പിന്നെ ഒത്തിരി ഇൻഫെക്ഷൻസ്, ഇഞ്ചുറീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് റിസ്ക്കും ഇൻഫെക്ഷൻസും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു B&W റൂൾ, സെഗ്രിഗേഷൻ ഓഫ് വേസ്റ്റ് ഷുഡ് ബി ഡൺ ബൈ യൂസിങ് കണ്ടെയ്നേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. അതായത് നേരത്തെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു എന്താണ് യെല്ലോ കളർ എന്തിനാണ്, റെഡ് കളർ എങ്ങനെയാണ്, ടൈപ്പ് ഓഫ് ബാഗ് ഏതാണ്, അതുപോലെ തന്നെ എല്ലാം നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നോടെ അത് നോക്കാം, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ വീണ്ടും കേൾക്കുമ്പോൾ അവർ ഓർമ്മ കിട്ടും. യെല്ലോ ബാഗ് എന്താണ്, ഇൻഫെക്ഷസ് നോൺ പ്ലാസ്റ്റിക്, അതായത് വേസ്റ്റ്, കാരണം പാത്തോളജിക്കൽ വേസ്റ്റ്. റെഡ് ബാഗ് എന്ന് പറയുന്നത് ഇൻഫെക്ഷസ് പ്ലാസ്റ്റിക് വേസ്റ്റ്. വൈറ്റ് അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലൂസൻ്റ് ആണ്, ഷാർപ്പ് കണ്ടെയ്നർ, ഇത് പഞ്ചർ പ്രൂഫ് ബോക്സ് ആണ്. ബ്ലൂ കണ്ടെയ്നറും പഞ്ചർ പ്രൂഫ് ബോക്സ് ആണ്. ഈ ബ്രോക്കൺ ഗ്ലാസ് ഐറ്റംസ്, അതുപോലെ മെറ്റൽ ഇംപ്ലാന്റ്സ്. ദ ഫോളോയിങ് ജനറൽ പ്രിൻസിപ്പിൾ നീഡ് ടു ബി ഫോളോ ഡ്യൂറിങ് സെഗ്രിഗേഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോറേജ്. അപ്പോൾ ഇതാണ് ഈ ഒരു അതായത് വൺ വേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു സിമ്പിൾ ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് ബയോ ഹസാർഡ് സിമ്പിൾ. ഇതാണ് ബയോ ഹസാർഡ് സിമ്പിളിൽ നമ്മൾ ആ ഒരു കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബാഗ്സൊക്കെ ഈ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ അത് അത്രയും ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് സൈറ്റോടോക്സിക് ഹസാർഡ് സിമ്പിൾ. ഈ ഒരു സൈറ്റോടോക്സിക് ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരച്ചു വെക്കുന്ന ഏറ്റവും നല്ലതാണ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ വേസ്റ്റ് റിസപ്റ്റേഴ്സ്. ദ വേസ്റ്റ് റിസപ്റ്റേഴ്സ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടായിരിക്കണം, കണ്ടെയ്നർ ഉണ്ടായിരിക്കണം, ആൻഡ് ഷാർപ്പ് ബോക്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെന്താണ് നമുക്ക് നോക്കാം. ദ വേസ്റ്റ് റിസപ്റ്റേഴ്സ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ് മസ്റ്റ് ബി ലേബിൾഡ് വിത്ത് ബയോ ഹസാർഡ് ലോഗോസ്. അതായത് നമ്മൾ എപ്പോഴും നോക്കിക്കഴിയുമ്പോൾ പ്ലാസ്റ്റിക് ബാഗ്സ് എപ്പോഴും എന്താണ്, ബയോ ഹസാർഡ് ലോഗോസ് നമ്മൾ യൂസ് ചെയ്യണം. ആൻഡ് ഷുഡ് ബി നോൺ ഇൻഫ്ലേമബിൾ, അതായത് ഒരിക്കലും അത് തീ പിടിക്കാൻ പറ്റരുത്. ഓട്ടോക്ലേവ് stable and non-chlorinated with the thickness of greater than 50 മൈക്രോമീറ്റർ. ഇവിടെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. പ്ലാസ്റ്റിക് ബാഗിൽ എപ്പോഴും ബയോ ഹസാർഡ് സിമ്പിൾ ആയിരിക്കണം, തീ പിടിക്കാതിരിക്കണം, ഓട്ടോക്ലേവബിൾ ആയിരിക്കണം, നോൺ ക്ലോറിനേറ്റഡ് ആയിരിക്കണം. അത്രയും നോക്കുക. പിന്നെ ഉള്ളതാണ് കണ്ടെയ്നേഴ്സ്. കണ്ടെയ്നേഴ്സ് ഷുഡ് ഹാവ് വെൽ ഫിറ്റിംഗ് ലിഡ്സ്, ഐദർ റിമൂവബിൾ ബൈ ഹാൻഡ് ഓർ പ്രിഫറബിളി ഓപ്പറേറ്റഡ് ബൈ ഫുഡ് പെഡൽ. അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു കണ്ടെയ്നേഴ്സ് എന്താണ് വേണ്ടത്, നമുക്ക് നല്ലപോലെ വേണ്ട ഒരു ലിഡ്, അതായത് നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫുഡ് പെഡൽസ് യൂസ് ചെയ്ത് നമ്മൾ കാല് വെച്ചിട്ട് ഇങ്ങനെ പൊന്തൂല്ലേ, അതുപോലത്തെ ഉണ്ട്. പിന്നെ ഷാർപ്പ് ബോക്സ് ഷുഡ് ബി പഞ്ചർ പ്രൂഫ്, ലീക്ക് പ്രൂഫ് ആൻഡ് ടാമ്പർ പ്രൂഫ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലീക്ക് പ്രൂഫ് ആണെങ്കിൽ അത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, അത് ലീക്കാണ്, പഞ്ചർ പ്രൂഫ് അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിക്കുക, നല്ലപോലെ അവിടെ ഇഞ്ചുറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് വേസ്റ്റ് റിസപ്റ്റേഴ്സ്. അപ്പോൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാഗ് എപ്പോഴും ബയോ ഹസാർഡ് സിമ്പിൾ വെച്ച് നമ്മൾ ലേബൽ ചെയ്യണം. നോൺ ഇൻഫ്ലേമബിൾ, തീ പിടിക്കാതെ ആവണം, നോൺ ക്ലോറിനേറ്റഡ് ആവണം. ഇനി നമ്മൾ അതിൻ്റെ കണ്ടെയ്നേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ കൈ വെച്ച് പൊന്തി എടുക്കാൻ, അല്ലെങ്കിൽ കാല് വെച്ച് ഇങ്ങനെ ഫുഡ് പെഡൽസ് ഇല്ല, നമ്മളിങ്ങനെ ഞെക്കി കഴിയുമ്പോൾ തുറന്നു വരില്ലേ, അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഷാർപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ നീഡിൽസ്, അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചുറി പറ്റുന്ന കാര്യങ്ങളൊക്കെ ലീക്ക് പ്രൂഫ് ആയിരിക്കണം, പഞ്ചർ പ്രൂഫ് ആയിരിക്കണം, ടാമ്പർ പ്രൂഫ് ആയിരിക്കണം, ഇംപെർമിയബിൾ, അതായത് ഉള്ളിലേക്കൊന്നും കടത്തിവിടാൻ. പെർമിയബിൾ എന്ന് പറയുന്നത് എന്താണ്, ഉള്ളിലേക്ക് കടത്തിവിടാൻ സാധിക്കുന്നത്. ഇംപെർമിയബിൾ അങ്ങനെയല്ല. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് സെഗ്രിഗേഷൻ. Segregation is the most crucial step in biomedical waste management. Wrong segregation may lead to serious consequences such as needle stick injury, transmitting hepatitis, production of carcinogens. If plastic items are wrongly segregated into yellow bag and subjected to incineration, leads to production of carcinogenic fumes.
അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒരിക്കലും കത്തിക്കാനായിട്ട് പാടില്ല. നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത്, നമ്മളത് കത്തിക്കുന്ന സമയത്ത് നമ്മൾ മാസ്ക് ഒന്നും വെക്കാതെ കത്തിക്കുന്ന സമയത്ത് നമ്മളത് ശ്വസിച്ചിട്ട് നമുക്ക് ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് നമ്മൾ പല സ്ഥലത്തും നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അറിയാതെ നമ്മൾ മാറ്റിയിടുന്ന സമയത്ത് എന്തെങ്കിലും നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് വന്നാൽ അതിൽ ഏതെങ്കിലും ഒരു HIV പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്കത് പിടിക്കാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യെല്ലോ കളറിൽ നമ്മൾ വേറെന്താണ് പ്ലാസ്റ്റിക് ഒക്കെ ഇടുവാന്ന് വെക്കുക. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് നമ്മളത് ഇൻസിനറേഷൻ വഴി മെത്തേഡിലൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർസിനോജൻസ്, അതായത് നമുക്ക് ആ ഒരു നമ്മുടെ സെൽസ് എന്താണ് ഇങ്ങനെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ എക്സ്പോസ് ആകുന്ന സമയത്ത് നമ്മുടെ ക്യാൻസർ സെൽസ് ആക്റ്റീവ് ആയിട്ട് നമുക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സെക്യൂർമെന്റ്, ഓൾ ബാഗ്സ് യൂസ്ഡ് ഫോർ വേസ്റ്റ് കളക്ഷൻ നീഡ് ടു ബി സീൽഡ് വൺസ് ദേ ആർ ഫിൽഡ് ടു 3/4 ഓഫ് ദെയർ കപ്പാസിറ്റി. നമ്മൾ ഒരിക്കലും അങ്ങ് പൊന്തി നിറയ്ക്കരുത്. ഏകദേശം ഒരു 1/4 ഭാഗം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു വേസ്റ്റ് ആണ്, ഇത്രയൊന്നും നിറയ്ക്കാൻ പാടില്ല. എത്രയാണ് നമുക്ക് യൂഷ്വലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ എടുത്തിട്ട് ഒരു 3/4 എടുത്തിട്ട് ഇത് നമ്മൾ സീൽ ചെയ്യുക. ഒരിക്കലും അത് പൊന്തി നിറച്ചാവരുത്. ഇനി ഷാർപ്പ് ബോക്സ് ഷുഡ് ബി പഞ്ചർ പ്രൂഫ്. ഓക്കെ, അതൊക്കെയാണ്. പിന്നെ എന്താണ് ലേബലിംഗ്, ബാഗ്സ് ആൻഡ് കണ്ടെയ്നർ ഷുഡ് ബി ലേബിൾഡ് പ്രോപ്പർലി വിത്ത് ഡേറ്റ് ആൻഡ് പ്ലേസ്. നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ ഡേറ്റ് നോക്കുക, പ്ലേസ് നമ്മൾ ലേബൽ ചെയ്യുക. അതുപോലെ തന്നെ സൈറ്റോടോക്സിക് സിമ്പിൾ, അതിൻ്റെ ബയോ ഹസാർഡ് സിമ്പിൾസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. പ്രീ ട്രീറ്റ്മെന്റ്, ദ ലബോറട്ടറി ലിക്വിഡ് വേസ്റ്റ് ഷുഡ് ഓൾവേസ് ബി പ്രീ ട്രീറ്റഡ് ഐദർ വിത്ത് കെമിക്കൽ 1 to 2% ഹൈപ്പോക്ലോറൈറ്റ് വഴി. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, ഹൈപ്പോക്ലോറൈറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ബിഫോർ സെഗ്രിഗേറ്റിംഗ് ഇൻറ്റു അപ്രോപ്രിയേറ്റ് കണ്ടെയ്നേഴ്സ്. നമ്മൾ എപ്പോഴും പ്രീ ട്രീറ്റ്മെന്റ് ഈ ലിക്വിഡ് ഒക്കെ ഒന്നെങ്കിൽ നമ്മൾ ഹൈപ്പോക്ലോറൈറ്റ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും എടുക്കാനായിട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഒക്കെ നമ്മൾ എപ്പോഴും എന്താണ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് പിന്നെ പുഴയിലേക്ക് ഒഴുകി കളയുന്നത്. ഓക്കെ, പിന്നെ ട്രാൻസ്പോർട്ട്. Okay, the waste should be transported within 24 hours by dedicated trolley to the central B&W storage facility of the hospital. Separate routes used for transport to prevent exposure to staff, patient and to minimize the passage of loaded cats. അതായത് നമ്മൾ 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനകം ഇത് ഏതാണ് സെൻട്രൽ സ്റ്റോറേജ് ആയിട്ടുള്ള സെൻട്രൽ സ്റ്റോറേജ് സെൻറ്റർ ഉണ്ട് ഈ ഒരു B&W. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ സാധാ നടക്കുന്ന സ്ഥലത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ എക്സ്പോസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഇനി സെൻട്രൽ സ്റ്റോറേജ് ഏരിയ നമ്മൾ അവിടെ എത്തിയല്ലോ. ദിസ് ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ഫെസിലിറ്റി പ്രസന്റ് വിത്തിൻ ഹോസ്പിറ്റൽ വെയർ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റോറേജ് ഏരിയനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചായിരുന്നു. അതായത് ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ എന്താണ് നമ്മൾ ആ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൺട്രോൾ സെന്ററിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എന്താണ് ഒരു സേഫ് ആയിട്ട് കൊണ്ട് ചെല്ലും. ഓക്കെ, ആ ഒരു ഏരിയ ആണ്. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ ഉറപ്പായിട്ട് യൂസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു സാധാ പോലെ നമ്മൾ സാധാ വലിയ സാരി അതൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. നമ്മൾ PPE കിറ്റ്, ഗൗണ്, മാസ്ക്, ഗ്ലൗസ്, ഗോഗിൾസ്, അതുപോലെ ഡംബൂട്ട്സ്, ഇതെല്ലാം ഗംബൂട്ട്സ് ആട്ടോ, ഡംബൂട്ട്സ് അല്ല, ഗംബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് വേണം. കാരണം ഇതൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി ഹസാർഡ്സ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി വരുന്നതാണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻ എന്ന് പറയുന്ന ആ ഒരു കളർ കോഡിങ് ഈ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ്. ആസ് പെർ ദ മാൻഡേറ്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2060, the final disposal and recycle must be performed at common biomedical waste treatment facility. Only when there is no common biomedical waste treatment facility within 75 kilometer, the hospital can create its own disposal facility. അപ്പോൾ ഒന്നെങ്കിൽ എന്താണ് പറയുന്നത് ഈ ഒരു കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 72 ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് 72 കിലോമീറ്ററിനുള്ളിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഈ ഒരു ഫെസിലിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പല മെത്തേഡ്സ് ആണ് നമ്മൾ ഇനി ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഏതാണ്? ഓക്കെ, അത് ബാലൻസ് വായിക്കണ്ടല്ലോ. കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ, മൈക്രോവേവിങ്, ഹൈഡ്രോക്ലേവിങ്, ഷ്രെഡർ ഉണ്ട്, ഡീപ് ബറിയൽ ഉണ്ട്, ഷാർപ്പിറ്റ് ഉണ്ട്, എൻക്യാപ്സുലേഷൻ ഉണ്ട്, ഇനോസിയേഷൻ ഉണ്ട്, അതുപോലെ പ്ലാസ്മ പൈലോറിസിസ്, പിന്നെ ഉള്ളതാണ് ജനറൽ വേസ്റ്റ്, അതുപോലെ തന്നെ ബ്ലഡ് സ്പിൽ മാനേജ്മെന്റ്. ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻസിനറേഷൻ ആണ്. എന്താണ് ഇൻസിനറേഷൻ? ഓക്കെ, ഇൻസിനറേഷൻ ആണ്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ
ദ മെത്തേഡ് ഓഫ് ചോയ്സ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് BNW, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു മെത്തേഡ് ഓഫ് ചോയ്സ് ആണ് ഇൻസിനറേഷൻ. ഇസ് എ ഹൈ ടെമ്പറേച്ചർ, ഏകദേശം 800 തൊട്ട് 1200 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ഓക്സിഡേഷൻ പ്രോസസ് ദാറ്റ് റെഡ്യൂസ് ഓർഗാനിക് ആൻഡ് കമ്പസ്റ്റബിൾ വേസ്റ്റ് ഇൻടു നോൺ ഓർഗാനിക് ഇൻകമ്പസ്റ്റബിൾ മാറ്റർ, റിസൾട്ടിങ് ഇൻ വെരി സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഓഫ് വേസ്റ്റ് വോളിയം ആൻഡ് വെയിറ്റ്. ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, ഏകദേശം ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് യൂസ്. നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് എഴുതുന്നത് ഇതൊരു മെത്തേഡ് ഓഫ് എന്താണ് വേസ്റ്റ് ഡിസ്പോസൽ ആണെന്ന് ഫസ്റ്റ് എഴുതി. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് BNW വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ആൻഡ് ഇറ്റ് യൂസസ് ഹൈ ടെമ്പറേച്ചർ സച്ച് ആസ് 800 to 1200 degrees Celsius. And next point is all about it is mainly convert the organic combustible matter into inorganic combustible matter which reduces the volume and weight. അപ്പോൾ നമുക്കറിയാം ഓർഗാനിക് മാറ്റേഴ്സിന് എപ്പോഴും നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ഒക്കെ ഇല്ല, അത്യാവശ്യം ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്, അതൊക്കെ നമ്മൾ യൂഷ്വലി ഇനോർഗാനിക് ആയിട്ട് മാറ്റും. അപ്പം നമ്മുടെ വേസ്റ്റിന്റെ ഒരു വോളിയം അതുപോലെ തന്നെ ആ ഒരു വെയിറ്റും വോളിയം ഒക്കെ കുറയും. അപ്പോൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റീയൂസ് അല്ലെങ്കിൽ റീസൈക്കിൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ്. കാരണം ഇത് നമുക്ക് ലാൻഡ്ഫിൽ മെത്തേഡ് വെച്ച് എവിടെ കുഴിച്ചിടാൻ പറ്റില്ല, അത്രയും ഇൻഫെക്ഷൻസ് വേസ്റ്റ് ആണ്, അത് നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഒരിക്കലും ഇൻസിനറേഷൻ പോളിവിനിൽ PVC പൈപ്പ് ഒരു കാരണവശാലും നമ്മൾ ഇൻസിനറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് നമുക്ക് നമ്മുടെ ക്യാൻസർ സെൽസ് ആക്റ്റീവ് ചെയ്യാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇൻസിനറേഷൻ ഒരു മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ ആണ്, ഹൈ ടെമ്പറേച്ചർ മെത്തേഡാണ്, ഇനോർഗാനിക് മാറ്റർ ആയിട്ടാണ് മാറ്റുന്നത് ഓർഗാനിക്കിൽ നിന്ന് ഇനോർഗാനിക്കിൽ, അത് വെയിറ്റും വോളിയം കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഒരിക്കലും നമ്മൾ PVC ഇത് യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റീയൂസ് റീസൈക്കിൾ റെഡ്യൂസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഓട്ടോക്ലേവിംഗ് ഈസ് എ തെർമൽ പ്രോസസ്, തെർമൽ എനർജി, സോളാർ എനർജി. അപ്പോൾ ഏകദേശം ഓട്ടോക്ലേവിംഗ് ഈസ് എ തെർമൽ പ്രോസസ് വെയർ ഏകദേശം സ്റ്റീം വെച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തെർമൽ പ്രോസസ് എന്ന് പറയുന്നത് ഈസ് ബ്രോട്ട് ഇൻ ടു ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് വേസ്റ്റ്. അതായത് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ ഒരു തെർമൽ പ്രോസസ് ആണ്. ഇവിടെ നമ്മൾ സ്റ്റീം വഴിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, ഇവിടെ ഈ ഒരു സ്റ്റീം വഴി നമുക്ക് ആ ഒരു വേസ്റ്റ് ആയിട്ടൊരു ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ട് ഇൻ കൺട്രോൾഡ് മാനർ ആൻഡ് ഫോർ സഫിഷ്യന്റ് ഡ്യൂറേഷൻ ടു സ്റ്റെറിലൈസ് ദ വേസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹീറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റീമിൽ ഈ ഒരു വേസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ കോൺടാക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യാണ് ഒരു കൺട്രോൾഡ് മാനറിൽ. എത്ര നേരം എടുക്കും അത്രയും നേരം നമ്മൾ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻഫെക്ഷസ് പ്ലാസ്റ്റിക് ആൻഡ് ഷാർപ്പ് വേസ്റ്റ്. അപ്പോൾ മെയിനായിട്ടും ഷാർപ്പ് വേസ്റ്റ്, ഇത് കത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല, ഈ കത്തി ഷാർപ്പ് വേസ്റ്റ് അല്ലെങ്കിൽ ഇൻഫെക്ഷസ് വേസ്റ്റ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യും. ഇനിയുള്ളതാണ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻസിനറേഷൻ നോക്കി, ഓട്ടോക്ലേവിംഗ് നോക്കി, കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഉണ്ട്, മൈക്രോവേവിംഗ്, ഹൈഡ്രോക്ലേവിംഗ്, സ്റ്റെഡർ, ഡീപ് ബറിയൽ, ഷാർപ്പ് എൻകാപ്സുലേഷൻ, ഇൻസിനറേഷൻ, ഇനേഴ്സിയേഷൻ, പിന്നെ പ്ലാസ്മ പൈലോറിസിസ് ആണ്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറയുമ്പോൾ കെമിക്കൽ ഡിസിൻഫെക്ഷൻ ആണ്. കെമിക്കൽ സച്ച് ആസ് ഹൈപ്പോക്ലോറേറ്റ്, നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ പുഴയിലേക്കൊക്കെ ഒഴുകി കളയുന്നതിന് മുമ്പ് നമ്മൾ പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യില്ല, അതിനൊരു മെത്തേഡാണിത്. അപ്പോൾ മെയിനായിട്ട് 1 to 2% ഹൈപ്പോക്ലോറേറ്റ് നമ്മൾ ആ ഒരു വേസ്റ്റുമായിട്ട് മിക്സ് ചെയ്യും. അത് മെയിനായിട്ടും ഡിസിൻഫെക്റ്റ് ചെയ്യാനാണ്. എന്നിട്ട് നമ്മൾ ലിക്വിഡ് വേസ്റ്റ് ഈ ഡിസ്കാർഡഡ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ എന്താണ് ഒഴുക്കി കളയുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഒഴുക്കി കളയുന്നത്. ഇനി എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഇത് നമ്മൾ 12th പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, എനിക്ക് ഇപ്പോഴും ആ ഒരു പിക്ചറൊക്കെ എൻ്റെ മൈൻഡിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ലിക്വിഡ് വേസ്റ്റ് അതായത് എഫ്ലുവൻറ്റ് ജനറേറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇഫ് മിക്സസ് ഡയറക്ട്ലി വിത്ത് ഗ്രൗണ്ട് വാട്ടർ ഇറ്റ് ക്യാൻ ക്രിയേറ്റ്. അപ്പോൾ നമുക്കറിയാലോ ഇപ്പോൾ പൊതുവെ അങ്ങനെയാണ് കാണുന്നത്, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പുഴയിലേക്ക് ഒഴുക്കി കളയാണ്. എത്രമാത്രം മറൈൻ ആനിമൽസിനും ഹ്യൂമൻ ബീൻസ് അത് ആശ്രയിച്ച് വെള്ളം കുടിക്കുന്ന ഹ്യൂമൻ ബീൻസ് എത്രമാത്രം അപകടകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വേസ്റ്റസ് പുഴയിലൊന്നും ഒഴുക്കി കളയരുത്, കാരണം അത്രയും ഡേഞ്ചറസ് ആണ് അല്ലേ. അപ്പോൾ therefore it is subject to chemical treatment. അതായത് ഫസ്റ്റ് നമ്മൾ 1 to 2% സോഡിയം ഹൈപ്പോക്ലോറേറ്റ് അല്ലെങ്കിൽ ഹൈപ്പോക്ലോറേറ്റ് വെച്ച് നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു എന്താ പറയുന്നത് ഡ്രെയിൻ ചെയ്യാനായിട്ട്, ഒഴുക്കി കളയാനായിട്ട്. അതാണ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ മൈക്രോവേവ് എന്ന് പറയുമ്പോൾ ഏകദേശം മൈക്രോവേവ്സ് റേഡിയോ ഫ്രീക്വൻസി വേവ് യൂസ്ഡ് അറ്റ് ഫ്രീക്വൻസി ഓഫ് 2450 MHz. They produce friction of water molecules which generate heat. Large size microwaves are used for disposal of BNW, mainly infectious plastic and sharp waste. അപ്പോൾ മൈക്രോവേവ് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു ഓവൻ പോലെയൊക്കെയാണ്. യൂഷ്വലി ഇത് ഹൈ ടെമ്പറേച്ചർ ഏകദേശം 2450 MHz, അത്രയും മാത്രം എന്താണ് നമ്മൾ ആ ഒരു വാട്ടർ മോളിക്യൂൾസിന്റെ എന്താണ് ദേ പ്രൊഡ്യൂസ് ഫ്രിക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അപ്പൊ അങ്ങനെ അതെന്താണ് ഹീറ്റായിട്ട് ജനറേറ്റ് ആവും. അപ്പൊ ഇത് യൂഷ്വലി എന്തിനാണ്, ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷസ് വേസ്റ്റിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കും. ഇതൊരു എന്താണ് നമ്മൾ ആ ഒരു വാട്ടറിന്റെ നമ്മൾ ആ ഒരു വെള്ളത്തിന്റെ ഫ്രിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ഹീറ്റായിട്ട് മാറ്റുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇനിയാണ് ഹൈഡ്രോക്ലേവിംഗ്.
ഹൈഡ്രോക്ലേവിംഗ് ഇസ് എ ലോ ടെമ്പറേച്ചർ സ്റ്റീം സ്റ്റെറിലൈസർ. നമ്മൾ ആ ഒരു ഓട്ടോക്ലേവിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ സ്റ്റീം തെർമൽ പ്രോസസ്സാണ്. ഇവിടെ ഒരു ലോ ടെമ്പറേച്ചറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻവോൾവിംഗ് സ്റ്റീം ട്രീറ്റ്മെന്റ് വിത്ത് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ഡ്രൈയിങ് ഓഫ് വേസ്റ്റ്. ഇറ്റ് ബ്രേക്സ് ഓഫ് വേസ്റ്റ് ഇൻ സ്മോൾ പീസസ്. അപ്പോൾ ഇവിടെ ഹൈഡ്രോക്ലേവിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റീം യൂസ് ചെയ്തിട്ട് വലിയ വലിയ വേസ്റ്റിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മാറ്റും. നമ്മൾ അതിനെ ഡ്രൈ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മാറ്റും. ഓക്കെ, ഇറ്റ് ദസ് ഒബിവേറ്റ്സ് ഫോർ സൈക്കിൾസ് റെഡിങ് അൺലൈക്ക് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് പോലെയല്ല, ഇവിടെ നമ്മൾ സ്റ്റീം നമ്മളെ വേസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്തിട്ട് അതിനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മാറ്റും. ഓക്കെ, ഇനിയാണ് ഷ്രെഡർ. ഈ ഷ്രെഡർ എന്ന് പറയുന്നത് ഷ്രെഡിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വേസ്റ്റസ് ആർ ഡി ഷേപ്ഡ് ഓർ കട്ട് ഇൻ ടു സ്മോളർ പീസസ്. അതായത് ഹൈഡ്രോക്ലേവിംഗിൽ പോലെ തന്നെ നമ്മൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ പല ഷേപ്പിലോ പല ആ ഒരു പ്രോസസ് എന്താണ്, കട്ട് ഇൻ ടു ഡി ഷേപ്ഡ് ഓർ കട്ട് ഇൻ ടു സ്മോളർ പീസസ് സോ ആസ് ടു മേക്ക് ദ വേസ്റ്റ് അൺറെക്കഗ്നൈസബിൾ. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻഷൻ ഓഫ് റീയൂസ് ഓഫ് BMW ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ വേസ്റ്റ് വോളിയം. അപ്പോൾ വോളിയം റെഡ്യൂസ് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറ്റാനാണ് ഈ ഷ്രെഡിംഗ് എന്ന് പറയുന്നത്. ഷ്രെഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ജസ്റ്റ് എന്താണ് ഡി ഷേപ്പ് ചെയ്യുക, വേറെ മാതിരിയാക്കുക, കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഡീപ് ബറിയൽ. ഡീപ് ബറിയൽ ഇസ് എ പിറ്റ് ഡക്ക് അബൌട്ട് 2 meters ഡീപ്പ്. അതായത് നമ്മൾ കുഴിച്ചിടുക, ഏകദേശം ഒരു 2 meters ഡീപ്പിൽ നമ്മൾ കുഴിച്ചിടുക. ഇറ്റ് നീഡ്സ് ടു ബി ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് ദെൻ കവേർഡ് വിത്ത് ലൈം within 50 centimeters of the surface before filling the rest of the pit with soil. The groundwater level should be a minimum of 6 meters below the lower level of deep burial pit. അപ്പോൾ ഡീപ് ബറിയൽ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കുഴിച്ചിടുന്ന ഒരു മെത്തേഡാണ്, പക്ഷെ അതിന് കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് അത്? അപ്പോൾ ഡീപ് ബറിയൽ എന്ന് പറയുന്നത് പിറ്റ് ഡക്ക് മസ്റ്റ് ബി അബൌട്ട് 2 meters ഡീപ്പാണ്. ഏകദേശം 2 മീറ്ററോളം ഉണ്ട് ആ ഒരു നമ്മൾ ഇടാൻ പോകുന്ന വേസ്റ്റിൽ ഒരു കുഴി ഉണ്ടാക്കുന്നില്ല. ആ കുഴിക്ക് ഏകദേശം 2 മീറ്റർ, നമ്മൾ അത്രയും ആഴം വേണം. ഇറ്റ് നീഡ്സ് ടു ബി ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. ഏകദേശം ഒരു ആ ഒരു 2 മീറ്ററിന്റെ ഒരു ഹാഫ് പോർഷൻ എന്ന് പറയുന്ന വെള്ളത്തിൽ നിറയ്ക്കണം. എന്നിട്ട് ലൈം വെച്ച് കവർ ചെയ്യണം വിത്തിൻ 50 centimeters ഓഫ് ദ സർഫസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഏകദേശം ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഷുഡ് ബി എ മിനിമം 6 meters ബിലോ ദ ലോവർ ലെവൽ. അപ്പോൾ ഒരിക്കലും ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് ഇത് കോൺടാക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അത്രയാണ് ഇവിടെ പറയുന്നുള്ളൂ. ഇതാണ് ഡീപ് ബറിയൽ ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ് ബറിയൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കണം എന്നില്ലെങ്കിൽ നമ്മൾ പറയും സാധാരണ നമ്മൾ ഒരു ഡഗ്ഗിൽ അല്ലെങ്കിൽ ഒരു ഡഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് കുഴിച്ചിടുക. അതിലേക്ക് എന്താണ് കുറച്ച് വെള്ളം വേണം, എന്നിട്ട് എന്താ ലൈം ആഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് അത് കോൺടാക്ട് ആവരുത്, അത്ര എഴുതിയാൽ മതി. ഷാർപ്പ് പിറ്റ്. ഷാർപ്പ് പിറ്റ് കൺസ്ട്രക്റ്റഡ് വിത്തിൻ ദ ഹോസ്പിറ്റൽ പ്രൊവൈസസ് പ്രൊവൈഡ് ആൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഫോർ ഡിസ്പോസൽ ഓഫ് ഷാർപ്പ് വേസ്റ്റ് ജനറേറ്റഡ് ഫ്രം ദ ഫെസിലിറ്റി. അപ്പോൾ ഷാർപ്പ് പിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ഹോസ്പിറ്റലിൽ സ്പെഷ്യലൈസ്ഡ് ഉണ്ടാക്കിയേക്കണെയാണ് ഷാർപ്പ് ഒബ്ജക്ട്സിനെ ഒന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി. ഇനിയുള്ളതാണ് എൻകാപ്സുലേഷൻ. എൻകാപ്സുലേഷൻ മെത്തേഡ് ഇൻവോൾവ്സ് ഫില്ലിംഗ് ദ കണ്ടെയ്നേഴ്സ് വിത്ത് വേസ്റ്റ്, ആഡിംഗ് immobilizing material and sealing the containers to prevent the access of unscrupulous activities. The process uses cubic boxes made up of metallic drums which are 3/4 filled with sharp or chemicals of pharmaceutical waste, then filled with the medium such as plastic foam, cement, mortar or clay material. അപ്പോൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന ഒന്നുമില്ല, അതായത് മെത്തേഡ് ഇൻവോൾവ്സ് ഫില്ലിംഗ് ദ കണ്ടെയ്നേഴ്സ് വിത്ത് വേസ്റ്റ്, ആഡിങ് ഇമ്മൊബിലൈസിംഗ് മെറ്റീരിയൽ. അതായത് ഒന്നുമില്ല, നമ്മൾ ആദ്യം ഒരു വേസ്റ്റ് കുറേ ഇട്ടു, എന്നിട്ട് അത് നമ്മൾ സിമെന്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫോമോ വെച്ച് ഫിക്സ് ചെയ്തു. ഓക്കെ, പിന്നെ ആ ഒരു വേസ്റ്റിന് മൂവ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഒരു ചെറിയൊരു ഉറുമ്പിനെ വലിയൊരു ആന ചവിട്ടി, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഉറുമ്പിന് നീങ്ങാനായിട്ട് പറ്റില്ല, അത്രേ ഉള്ളൂ. ഇനി inertiation. The process of inertiation involves mixing waste with the cement and other substances before disposal to minimize the risk of toxic substance contained in the waste. അപ്പോൾ ഈ ഒരു എൻകാപ്സുലേഷൻ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റ് അനങ്ങാതിരിക്കാൻ വേണ്ടി ഒരു സിമെന്റ് വെച്ച് ആഡ് ചെയ്യുക. അപ്പോൾ അത്രയും ടോക്സിസിറ്റി കുറയൂല നമ്മൾ എവിടെയെങ്കിലും ട്രീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഷാർപ്പ് പിറ്റിന്റെ ഇമേജ്. നോക്കിക്കേ, ഷാർപ്പ് പിറ്റ് മെയിൻ ആയിട്ടും ഹോസ്പിറ്റൽസ് ജനറേറ്റ് ചെയ്താണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഇൻസിനറേഷൻ ഹൈ ടെമ്പറേച്ചർ മെത്തേഡാണ്. ഓട്ടോക്ലേവ് സ്റ്റീമായിട്ട് നമ്മൾ യൂസ് ചെയ്യും. കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ പഠിച്ചു, മൈക്രോവേവിംഗ് പഠിച്ചു, ഹൈഡ്രോക്ലേവിംഗ് പഠിച്ചു, ഷ്രെഡർ എന്താണെന്ന് പഠിച്ചു, ഡീപ് ബറിയൽ എന്താണെന്ന് പഠിച്ചു, ഷാർപ്പ് പിറ്റ്, എൻകാപ്സുലേഷൻ, ഇനേർസിയേഷൻ. ഇനിയാണ് പ്ലാസ്മ പൈലോറിസിസ് എന്ന് പറയുന്നത്. പ്ലാസ്മ പൈലോറിസിസ് യൂസസ് അയണൈസ്ഡ് ഗ്യാസ് ഇൻ ദ പ്ലാസ്മ സ്റ്റേറ്റ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ടെമ്പറേച്ചർ ഓഫ് several thousand degrees using plasma arc torches or electrolyte. The system provides high temperature combined with the high UV radiation flux which destroy pathogens completely. അപ്പോൾ ഇവിടെ മെയിനായിട്ടും പ്ലാസ്മ പൈലോറിസിസ് എന്ന് പറയുമ്പോൾ പാത്തജനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് ഇവിടെ മെയിനായിട്ട് നമ്മൾ അയണൈസ്ഡ് ഗ്യാസ് ആണ് ഒരു പ്ലാസ്മ സ്റ്റേറ്റിൽ കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ടെമ്പറേച്ചേഴ്സ് ഓഫ് several thousand degrees യൂസിങ് നമ്മൾ ചില ഇലക്ട്രോഡിനെയൊക്കെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ടോർച്ചസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ UV റേഡിയേഷൻ ഇല്ലേ, അതൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ ആ ഒരു പാത്തജൻസിനെ കംപ്ലീറ്റ്ലി
വേരിയേഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്, അത്രേ ഉള്ളൂ. ഇനി അതത്ര നിങ്ങൾക്ക് ഓർത്തിരുന്നില്ല, ഇപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. പാത്തജൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതെന്താണ്, ഈ ഒരു പ്ലാസ്മ ടോർച്ചസ് ഒക്കെ ഉണ്ട്, ഇതിങ്ങനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി അത് UV ഒരു റേഡിയേഷൻ നമ്മളവിടെ ചെയ്യും. ഇനിയാണ് ഡിസ്പോസൽ ഓഫ് സൈറ്റോടോക്സിക് ഡ്രഗ് വേസ്റ്റ്. എക്സ്പയർഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ് ടു ബി റിട്ടേൺ ബാക്ക് ടു മാനുഫാക്ചറർ ഓർ സപ്ലയർ. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സൈറ്റോടോക്സിക് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയ ആളുടെ അടുത്ത് തന്നെ തിരിച്ചു കൊടുക്കുക, എക്സ്പയർ ആയി കഴിഞ്ഞ സാധനങ്ങൾ. ഓക്കെ, കാരണം അവർക്കാണ് അതിന്റെ ഫോർമുലേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നത്. ഡിസ്പോസൽ ഓഫ് ജനറൽ വേസ്റ്റ്, ഇത് കോൺസ്റ്റിറ്റ്യൂട്ട്. അപ്പം നമുക്കറിയാം ജനറൽ വേസ്റ്റ് 80% ആണുള്ളത്, ബാലൻസ് ഒരു 8%ഉം ഒക്കെയാണ്, ഒരു 10%ഉം ഒക്കെയാണ് ആ ഒരു നമ്മുടെ ഈ ഒരു കെമിക്കൽ ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഉള്ളത്. അപ്പോൾ കമ്പോസ്റ്റിംഗ് ഇൻ ദ ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ ഓർഗാനിസം. അപ്പൊ ഇവിടെ ഇതെന്ന് പറയുമ്പോൾ കമ്പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓർഗാനിസം വഴി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്ര ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം ഇത് ജനറൽ വേസ്റ്റ് ആണ്. ജനറൽ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതെന്ന് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല യൂഷ്വലി. പക്ഷെ നിങ്ങൾക്ക് ഒരു 15 മാർക്കിൽ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊക്കെ ആഡ് ചെയ്യാം. വേസ്റ്റ് ടു എനർജി, അതായത് ബൈ വേരിയസ് മെത്തേഡ്സ് സച്ച് ആസ് ഇൻസിനറേഷൻ, പെലറ്റൈസേഷൻ, ബയോമീഥനൈസേഷൻ. അപ്പൊ നമുക്കറിയാം നാച്ചുറൽ ഗ്യാസ് ആണ് മീഥേൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ചാണകത്തിൽ നിന്നൊക്കെ മീഥേൻ ഗ്യാസ് ഉണ്ടാവില്ലേ, അതൊക്കെയാണ്. റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ്, ലാൻഡ് ഫില്ലിംഗ് ഡം യാർഡ്. ഓക്കെ, അത് നമ്മൾ യൂഷ്വലി നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ഇനി മോണിറ്ററിംഗ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ ഇത് മര്യാദയ്ക്കാണോ നമ്മുടെ വേസ്റ്റ് എല്ലാം ഹോസ്പിറ്റലിൽ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അറിയണം. മോണിറ്ററിംഗ് ഈസ് ആൻ എസെൻഷ്യൽ കോമ്പോണന്റ് ഓഫ് മാനേജിംഗ് ബയോമെഡിക്കൽ വേസ്റ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. Biomedical waste management committee should be formed in healthcare facility which serves several functions to oversee the implementation of B&W practices, to educate hospital about B&W practices, to monitor biomedical waste management in hospital. അപ്പോൾ ഇതൊന്നുമില്ല, ജസ്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ബ്ലഡ് സ്പിൽ മാനേജ്മെന്റ്. സ്പില്ലേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് പോസസ് എ സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ബ്ലഡ്. അതായത് പെട്ടെന്ന് ബ്ലഡ് സ്പിൽ ചെയ്തു. അപ്പൊ ഈ നമുക്കറിയാം, ഈ ഒരു ബ്ലഡ് സ്പിൽ ചെയ്യുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, HIV പേഷ്യൻസ്, അതൊക്കെ നമുക്ക് ഏകദേശം ഫ്യൂ ഡ്രോപ്സ് കിട്ടിയാൽ പോലും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബ്ലഡ് സ്പില്ലിന്റെ ഒരു CDC പ്രോട്ടോകോൾ അനുസരിച്ച്, ഇനി സ്പില്ലേജ് അറ്റൻഡ് ഇമ്മീഡിയറ്റ്ലി, മാർക്ക് ദ സ്പിൽ ഏരിയ, പ്ലേസ് ദ വെറ്റ് ഫ്ലോർ സിഗ്നേജ്, wear appropriate PPE as mentioned in the spill kit, remove any broken glass vase with forceps and discard them in punch-up blow waste bin, confine the spill and wipe immediately with an absorbent towel or cloth which is spread over the spill to solidify the blood or body fluid, then it dispose to an infectious waste. Clean with hypochlorite. അപ്പോൾ ഇത് അധികം ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മൾ സ്പില്ല് ചെയ്യും, മെർക്കുറി സ്പില്ലൊക്കെ പോലെ എന്തെങ്കിലും പൊട്ടിയോ എന്തെങ്കിലുമൊക്കെ ബ്ലഡൊക്കെ സ്പില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് ട്രീറ്റ് ചെയ്യുക. നമ്മൾ അപ്പം തന്നെ അത് ട്രീറ്റ് ചെയ്തിട്ട് അതിനെ മാർക്ക് ചെയ്യുക, എന്നിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻ്റ് ആയിട്ട് മാറ്റുക. എന്തെങ്കിലും ഗ്ലാസ് ടൈപ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. അതൊക്കെ നമ്മൾ എന്നിട്ട് നമ്മൾ ഹൈപ്പോക്ലോറേറ്റ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റൻ്റ് ചെയ്യുക. എന്നിട്ട് എന്താണ്, allow the disinfectant to remain wet on the surface at least ഒരു 10 minutes എങ്കിലും ആ ഒരു നമ്മൾ ഹൈപ്പോക്ലോറേറ്റ് ആഡ് ചെയ്തല്ലോ വെറ്റ് ചെയ്യാനായിട്ട് വിടുക. Rinse the area with clean water. ഡിസ്കാർഡ് PPE ആൻഡ് വേസ്റ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ബാഗ് ആൻഡ് പെർഫോം ഹാൻഡ് ഹൈജീൻ. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളില്ല. അപ്പം നമ്മൾ ഫൈനൽ പാർട്ട് ഓഫ് B&W, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പഠിച്ചു. ഇതിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോയാലും നിങ്ങൾക്ക് ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് ബയോമെഡിക്കൽ മാനേജ്മെന്റിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. കാരണം ഇത് നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ, ഞാൻ വേറൊരു കാര്യം വേണ്ടത് നല്ലപോലെ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വേണേലും എഴുതാൻ പറ്റുള്ളൂ. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു, ഡെഫിനേഷൻ പഠിച്ചു, ഹോസ്പിറ്റലിൽ എത്രമാത്രം ഉണ്ടെന്ന് പഠിച്ചു, ജനറൽ ഹസാർഡസ് വേസ്റ്റിനെ പറ്റി പഠിച്ചു, ബയോമെഡിക്കൽ വേസ്റ്റിനെ പറ്റി പഠിച്ചു, എന്തൊക്കെ ഹസാർഡ്സ് ഉണ്ടാവണമെന്ന് പഠിച്ചു, എങ്ങനെ അത് മാനേജ് ചെയ്യാന്ന് പഠിച്ചു, ഇന്ത്യയുടെ സിറ്റുവേഷൻ എന്താ, ഡിഫറെന്റ് കളേഴ്സ്, അതിന്റെ വിത്ത് ഡിസ്പോസൽ മെത്തേഡ്സ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റെപ്സ് പഠിച്ചു, വേസ്റ്റ് സെഗ്രിഗേഷൻ ഹോസ്പിറ്റൽ, പിന്നെ ഒരു സിമ്പിൾസ് പഠിച്ചു. ഈ ഒരു സിമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുകയാണെങ്കിൽ എന്തായാലും വരയ്ക്കുക. പിന്നെ ട്രീറ്റ്മെന്റിൽ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, നമ്മൾ ഇൻസിനറേഷൻ, ഓട്ടോക്ലേവ്, കെമിക്കൽ ഡിസിൻഫെക്ഷൻ, മൈക്രോവേവിംഗ്, ഹൈഡ്രോക്ലേവിംഗ്, സ്ട്രെഡർ, അതുപോലെ തന്നെ ഡീപ് ബറിയൽ, ഷാർപ്പിറ്റ്, എൻകാപ്സുലേഷൻ, ഇനേഴ്സിയേഷൻ, അത് നമ്മൾ പഠിച്ചു. പ്ലാസ്മ പൈലോറിസിസ് പഠിച്ചു, സൈറ്റോടോക്സിക് വേസ്റ്റ്, പിന്നെ സാധാ വേസ്റ്റ് എങ്ങനെയാണെന്ന് വരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പഠിച്ചു, അത് എങ്ങനെ മോണിറ്റർ ചെയ്യണമെന്ന് പഠിച്ചു, പിന്നെ എങ്ങനെയാണ് ബ്ലഡ് സ്പിൽ മാനേജ്മെന്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചു. അതായത് ഫസ്റ്റ് പാർട്ടും പഠിച്ചു, സെക്കൻഡ് പാർട്ടും പഠിച്ചു. കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ അധികം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്താണ്. എക്സാംസ് എല്ലാം അപ്രോച്ചിങ് ആണ്. വേഗം ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ.